എനിക്ക് ഒരു ഫിലിം മേക്കിംഗ് ഒരു പാഷനോ ഒരു അംബീഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു പുതുത് ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ആരെയും ഫോളോ ചെയ്തില്ല. ഞാൻ സിനിമകൾ കാണുമായിരുന്നു, കുറേ സിനിമകൾ കാണുമായിരുന്നു. പിന്നെ എനിക്കിഷ്ടമുള്ള കുറേ മേക്കേഴ്സ് ഉണ്ട്. അവരുടെ ചില സിനിമകൾ ഞാൻ 10-50 പ്രാവശ്യമൊക്കെ തിരിച്ച് കാണാറുണ്ട്. അപ്പം മേ ബി അവരുടെയൊക്കെ ചെറിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുമായിരിക്കാം. പക്ഷെ ഞാൻ ആരും ഫോളോ ചെയ്തിട്ടില്ല. ഈ ഡേവിഡ് ലീൻ, ലോറൻസ് ഓഫ് അറേബ്യയൊക്കെ അടുത്തുള്ള ഡേവിഡ് ലീൻ, പുള്ളി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സിനിമ എന്ന് പറയണത് പലവരും കൂടി പെയിൻറ്റ് ചെയ്യണ ഒരു ക്യാൻവാസാണ്. പലതരം ആർട്ടിസ്റ്റ് ഉണ്ട്. എല്ലാവരുടെയും ബ്രഷ് സ്ട്രോക്സ് വന്നാൽ മാത്രമേ അതിൻ്റെ ആ പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനൊരു സംവിധായകനാണ്. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ച ഒരിക്കലും ഒരു സിനിമ നടക്കാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു എഫേർട്ട് മാത്രം. ഡയറക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മാനേജറാണ്. ഈ മാനേജേഴ്സ് എവറിത്തിങ്, ആ ഒരു ക്രിയേറ്റീവ് മാനേജർ. പക്ഷേ ഈ മാനേജ് ചെയ്യാൻ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പം ഐ ബിലീവ് ഒരു എല്ലാവരും കൂടിയിട്ടുള്ള ഒരു എഫേർട്ടാണ്. അല്ല, ഇതിനൊക്കെ പിന്നെ ആർക്ക് വേണമെങ്കിൽ എഴുതാം. ആ കഴിവുണ്ടെങ്കിൽ ആ എഴുതിയത് അതിനൊരു റിസൾട്ട് ഉണ്ടാവാം. അപ്പം പിന്നെന്താണ് പറയുക, എല്ലാവരും എഴുതണതും നല്ല സിനിമ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. എഫേർട്ട് അത് നേരത്തെ ചോദിച്ചു, പണത്തിനും പിന്നെന്താണ് ഫെയിം. പണവും ഫെയിമിൻ്റെയും അതിനെ ആലോചിച്ച് പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് കിട്ടില്ല. എൻ്റെ ഒരു ഇതാണ്. ഞാൻ പണമൊന്നും കുറേ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഫെയിമും എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഐ ഹവ് നെവർ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും വർക്ക് ചെയ്തിട്ടില്ല. പിന്നെ അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം, നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സംഗതികളൊക്കെ പിന്നാലെ വരും. പിന്നെ എനിവൺ ക്യാൻ റൈറ്റ് എ സ്ക്രിപ്റ്റ്. അത് ഇറ്റ്സ് അപ് ടു എനിവൺ. അവർ സ്ക്രിപ്റ്റ് എഴുതാം, അത് സക്സസ് ആയിക്കൊള്ളണമെന്നില്ല, ആവാം. ഞാൻ 2 സിനിമയിൽ അഭിനയിച്ചു. എൻ്റെ ഫ്രണ്ട്സ് ചെയ്തിട്ടുള്ള സിനിമകളാണ്. ആദ്യം ചാപ്പാകുരിശ്, ഇപ്പം ഡബിൾ ബാരൽ ലിജോൻ്റെ. ഒട്ടും കംഫർട്ടബിൾ അല്ല ഞാൻ. ഇപ്പം കൂടി ഞാൻ കംഫർട്ടബിൾ അല്ല നിങ്ങൾ ഈ ക്യാമറേൻ്റെ മുന്നിലിരിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അഭിനയം വെറുതെ ലുക്സ് കൊണ്ട് അഭിനയമൊന്നും വരില്ല. സോറി, അഭിനയിക്കാൻ അറിഞ്ഞാൽ മാത്രമേ അഭിനയം വരുള്ളൂ. ഇതിൽ പിന്നെ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ടെക്നീഷ്യൻസിനെയും റിപ്പീറ്റ് ചെയ്യണം. 2 സിനിമയോ 3 സിനിമയോ ആയിട്ട് വർക്ക് ചെയ്യണവരാണ്. ജയേഷ് നായരാണ് എൻ്റെ ക്യാമറാമാൻ. പൂനെ FTIയിൽ പഠിച്ചതാണ്. പിന്നെ മനോജ് കണ്ണോത്താണ് എഡിറ്റർ, അഗെയിൻ ഫ്രം ദി ഇൻസ്റ്റിറ്റ്യൂട്ട്. റെക്സ് വിജയനാണ് മ്യൂസിക്, പാട്ടുകളൊക്കെ ഈണം കൊടുത്തിട്ടുള്ളത്. സുഷിൻ ശ്യാം ആണ് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അപ്പോൾ ഇവരൊക്കെ ചെയ്യണതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ്. എൻ്റെ മനസ്സിലുള്ളത് അവരുടെ മനസ്സിൽ ഒരു സിമിലാരിറ്റി ഇൻ മൈൻഡ് ഉണ്ട്, ആലോചനകൾ എന്തായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം പിന്നെ എനിക്ക് ഒരു നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 2 സിനിമയിൽ, ഇപ്പോൾ ഇതിലും ഇപ്പം ഞാൻ ഇതുവരെ ചെയ്തതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ സൗണ്ട് ഡിസൈൻ ചെയ്യുന്നത് രാധാകൃഷ്ണനാണ്, നാഷണൽ അവാർഡ് കിട്ടിയത് രാധാകൃഷ്ണൻ. രാജാകൃഷ്ണനാണ് അതിൻ്റെ മിക്സിങ്. പിന്നെ ലിജു എന്ന് പറഞ്ഞിട്ട്, ലിജു പ്രഭാകർ, പിന്നെ ഒരു പയ്യനാണ് കളർ ചെയ്യണത്. ബോംബെയിൽ കുറേ നല്ല സിനിമകളൊക്കെ ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ചെയ്യണ എല്ലാവരും എക്സ്പേർട്സാണ്, എല്ലാവരും പഠിച്ചിട്ട് വരുന്നവരാണ്. ഇതിൻ്റെ ഇടയിൽ പഠിക്കാത്തവർ ഞാനും.